രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുനാഥൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചു കൊള്ളട്ടെ. ശ്രീരാമചന്ദ്ര മഹാപ്രഭു ലങ്കാപുരിയിൽ എത്തിച്ചേർന്നു. അദ്ദേഹം സുബേല പർവ്വതത്തിൻ്റെ മുകളിൽ തൻ്റെ കുടീരം ഉറപ്പിച്ചു. അത് കഴിഞ്ഞ് രാവണന് സന്ദേശവും നൽകി. ഒന്നുകിൽ സീതയെ നൽകണം, അതല്ലെങ്കിൽ ഏതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക, തെല്ലുപോലും കാലതാമസം വരുത്താതെ യുദ്ധം ആരംഭിച്ചു കൊള്ളണം. ഏത് വേണം എന്ന് രാവണന് തീരുമാനിക്കാം. ഏത് തീരുമാനിച്ചാലും രാമനെ സംബന്ധിച്ചിടത്തോളം അത് ഒരുപോലെ തന്നെയാണ്. ആകെ ഒരു കാര്യത്തിലേ രാമന് നിർബന്ധമുള്ളൂ, വളരെ വേഗത്തിൽ തീരുമാനമെടുത്ത് നടപ്പിലാക്കിക്കൊള്ളണം. കാലം വൈകിക്കുക എന്നുള്ളത് സാധ്യമേ അല്ല. ഇങ്ങനെ ശ്രീരാമചന്ദ്രൻ അസന്ദിഗ്ധമായിട്ടുള്ള സന്ദേശം രാവണന് നൽകി. ആ സന്ദേശം രാവണന്റെ ചാരനായിട്ട് വാനരങ്ങളുടെ സമീപത്തേക്ക് എത്തിയ ശുഗന്റെ കയ്യിൽ തന്നെയാണ് കൊടുത്തയച്ചത്. ശുഗനെ ബന്ധിച്ചിരുന്നു. അപ്പോൾ സുബേലത്തിൽ രാമൻ എത്തിയതിന് ശേഷം ശുഗനെ അയച്ചു, രാവണ സമീപത്തേക്ക് തിരിച്ചയച്ചു. ആ അവസരത്തിൽ ഈ സന്ദേശവും കൊടുത്തു. രാവണന് വളരെയേറെ ക്രോധമുണ്ടായി. ശുഗനെ അവിടെ നിന്നിട്ട് ഓടിച്ചു വിട്ടു. മാല്യവാൻ വന്നു രാവണനെ ഉപദേശിക്കാൻ. അതും രാവണൻ അംഗീകരിച്ചില്ല. യുദ്ധം സുനിശ്ചിതം. യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് വാനരപ്പടയെ മുഴുവൻ കാണണം. അവരെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ വേണം. ചാരന്മാരെ അതിനു വേണ്ടിയിട്ട് വാനര സൈന്യങ്ങളുടെ ഇടയിലേക്ക് പറഞ്ഞയച്ചു. പക്ഷേ അവർക്കൊന്നും കാര്യമായിട്ട് വിവരം ശേഖരിക്കാനും രാവണനെ അറിയിക്കാനും സാധിച്ചില്ല. അവർ ചെന്ന് ചേരുമ്പോൾ തന്നെ അവരെ തിരിച്ചറിയുന്നു. വാനരങ്ങൾ പിടികൂടി മർദ്ദിക്കുന്നു. രാമൻ അവർക്ക് അഭയം കൊടുത്ത് അവരെ തിരിച്ചയക്കുന്നു. അതുകൊണ്ട് കാര്യമായ വിവരമൊന്നും രാവണന് കിട്ടിയിട്ടില്ല. രാവണൻ അതുകൊണ്ട് ആ സൈന്യത്തെക്കുറിച്ചൊരു ഏകദേശ ധാരണ കൈവരുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ കൊട്ടാരത്തിൻ്റെ മുകളിൽ കയറി നിന്നു. ആ വാനരപ്പടയെ പർവ്വതാകാരന്മാരായ വാനരന്മാര് ഏത് വിഷമസന്ധിയെയും അഭിമുഖീകരിക്കുവാനുള്ള ഒരുക്കത്തോടെ അവിടെ നിരന്ന് നിൽക്കുന്നത് കണ്ടിട്ട് രാവണന് ബഹുമാനമുണ്ടായി. വാനരസേനയും കണ്ട് അകമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരെ. രാവണൻ യുദ്ധവീരനാണ്. കരുത്തന്മാരായ ശത്രുക്കളെ രാവണൻ എപ്പോഴും ആഗ്രഹിക്കുന്നു.
ദുർബലന്മാരുടെ പുറത്ത് തൻ്റെ ബലം പ്രയോഗിക്കലല്ല രാവണൻ്റെ സമ്പ്രദായം. അപ്പോൾ തനിക്ക് പറ്റിയ ശത്രുക്കൾ തന്നെയാണ്, കരുതന്മാർ തന്നെയാണ് എന്നറിഞ്ഞ് അവരുടെ ആ കരുതല് രാവണന് ആഹ്ലാദമുണ്ടായി, അവരോട് ആദരവും തോന്നി. ഇങ്ങനെ അതെല്ലാം നോക്കിക്കാണുമ്പോൾ ശ്രീരാമചന്ദ്ര മഹാപ്രഭു രാവണനെ കണ്ടു. ലങ്കയിലെ പ്രാസാദത്തിന് മുകളിൽ നിന്ന് നോക്കുന്ന രാവണനെ രാമൻ ഉടനെ തന്നെ കോപിച്ചിട്ട് ദേവനും സൗമിത്രിയോട് വിൽ വാങ്ങിനാൻ. ലക്ഷ്മണനോട് പറഞ്ഞു, ആ വില്ലിങ് കൊണ്ടുവരൂ എന്ന്. രാവണന്റെ ആ രൂപം, രാവണന്റെ ആ ഭാവം, രാവണന്റെ 10 തലകൾ, ആ 10 തലകളിൽ നിരന്നിരിക്കുന്ന മനോഹരങ്ങളായ രത്നഖചിതമായ കിരീടങ്ങൾ, ഇതെല്ലാം കണ്ടിട്ട് രാമൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ വെല്ലിൽ കുലയേറ്റി അതിൽ അമ്പുകൾ തൊടുത്തു. നിമിഷാർത്ഥേന ഖണ്ഡിച്ച നേരത്ത്, നിമിഷാർത്ഥം കൊണ്ട് രാവണന്റെ എല്ലാ വിഭൂതികളെയും ആർത്ത് ദൂരേക്കെറിഞ്ഞു. 10 കിരീടങ്ങളും കുടയും എല്ലാം ആർത്ത് ദൂരേക്ക് തെറിപ്പിച്ചു. സമയം അല്പം പോലും വേണ്ടി വന്നില്ല. അപ്പോഴേക്ക് രാവണന് ബോധ്യമായി, ഇനി ഇവിടെ നിന്നാൽ കുഴപ്പമാണ്, അമ്പുകൾ തന്നെ മുറിവേൽപ്പിക്കും. രാവണൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നാണിച്ച് താഴത്തിറങ്ങി ഭയം കൊണ്ട് ബാണത്തെ നോക്കി ചരിച്ചിടിനാൻ. ആകെ ഭയന്നുപോയി. അവിടെ നിന്നിട്ട് പ്രാസാദത്തിൻ്റെ മുകളിൽ നിന്നിട്ട് താഴേക്കിറങ്ങി. പിന്നാലെ അമ്പ് വരുന്നുണ്ടോ എന്നിങ്ങനെ തിരിഞ്ഞു നോക്കി അവിടെ നിന്നിട്ട് ഓടി രക്ഷപ്പെട്ടു. തൻ്റെ സഭാഗൃഹത്തിൽ പോയിരുന്നു. ആ അവസരത്തിൽ രാക്ഷസ വീരന്മാരെല്ലാവരും അവിടെ രാവണന്റെ മുന്നിൽ വന്ന് അണിനിരന്നു. രാവണൻ പറഞ്ഞു അവരോട്, യുദ്ധമേറ്റിയിടുവിൻ, കോട്ടയിൽ പൊക്കൂടൻ അത്യന്ത ഭീത്യ വസിക്കയില്ലത്ര നാം. നിങ്ങൾ ഉടനെ തന്നെ യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളുക. ശ്രീരാമന്റെ വാനരപ്പടയോട് ഉടനെ തന്നെ പോരിനിറങ്ങുക. കോട്ടയടച്ച് കോട്ടയ്ക്ക് ഉള്ളിൽ ഭയത്തോടുകൂടി ഒളിച്ചിരിക്കുന്നവനല്ല ഞാൻ. അങ്ങനെ ഞാൻ ഇരിക്കില്ല. ഞാൻ രാമനെ യുദ്ധം ചെയ്തിട്ട് തകർക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ എന്ന് കൽപ്പനയായി. കേൾക്കേണ്ട താമസം രാക്ഷസവീരന്മാരെല്ലാം സർവ്വ ആയുധ സന്നാഹങ്ങളോടുകൂടിയിട്ട് യുദ്ധത്തിന് തയ്യാറായി. അപ്പോൾ സൈനിക വിന്യാസം നടത്തണം. തൻ്റെ ലങ്കാപുരിയെ വാനരങ്ങളിൽ നിന്നിട്ട് രക്ഷിക്കാൻ പാകത്തിന് സൈന്യങ്ങളെ വേണ്ടുന്ന ഇടങ്ങളിൽ നിയോഗിക്കണം. രാവണൻ അത് വളരെ വേഗത്തിൽ ചെയ്തു. എത്രയോ യുദ്ധങ്ങൾ ജയിച്ച് നല്ല പരിചയമുള്ള ആളാണ് രാവണൻ. അതുകൊണ്ട് രാവണന് അതൊന്നും പ്രയാസമുണ്ടായിരുന്നില്ല. മറ്റ് യുദ്ധങ്ങൾ ഇതും തമ്മിലുള്ള വ്യത്യാസം, മറ്റ് യുദ്ധങ്ങളെല്ലാം ലങ്കയ്ക്ക് വെളിയിൽ നടന്നതാണ്. രാവണൻ അങ്ങോട്ട് ചെന്ന് ആക്രമിക്കുകയായിരുന്നു. ഇതിപ്പോൾ ആക്രമിക്കപ്പെടുന്നത് ലങ്കയാണ്, യുദ്ധം നടക്കുന്നത് ലങ്കയുടെ മണ്ണിലാണ്. ഇതാണ് വ്യത്യാസം. എന്ന് മാത്രമല്ല, വാനരങ്ങളും രാക്ഷസന്മാരുമാണ്, വാനരങ്ങളും മാനവരുമാണ് ആക്രമിക്കാനായി വരുന്നത്. ഇതിനു മുമ്പ് മനുഷ്യരോട് അങ്ങനെ യുദ്ധം വേണ്ടി വന്നില്ല. വേണമെങ്കിൽ ഒരു കാർത്തവീര്യാർജുനന്റെ കാര്യം പറയാം. പക്ഷേ അക്കഥ രാവണൻ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. കാർത്തവീര്യനോട് തോറ്റു, കഷ്ടിച്ച് അവിടെ നിന്നിട്ട് രക്ഷപ്പെട്ട് ഇങ്ങോട്ട് പോന്നതാണ്. അത് രാവണന് ഓർമ്മിക്കാൻ ഇഷ്ടമല്ലാത്തൊരു കഥ. ബാക്കി മാനവന്മാരാരും രാവണനെ എതിർത്ത് നിന്നിട്ടില്ല. ഇപ്പോഴിതാ ഇങ്ങ് ലങ്കയിലേക്ക് കടന്നു വന്നു ഇരിക്കുന്നു. എന്തു ചെയ്യും? അപ്പോൾ യുദ്ധത്തിന് വേണ്ടുന്ന സന്നാഹങ്ങൾ ഒരുക്കുക തന്നെ രാവണൻ ആജ്ഞാപിച്ചു. ഏതെല്ലാം സൈന്യാധിപന്മാർ, ഏതെല്ലാം ഗോപുരങ്ങളെ രക്ഷിക്കണം, ഓരോരുത്തരുടെ കൂടെയും അവരെ സഹായിക്കാനായിട്ട് എത്ര സൈനികരുണ്ടാകണം, അതേപോലെ തന്നെ അവരുടെ കയ്യിൽ ഏതെല്ലാം പ്രകാരത്തിലുള്ളതായ ആയുധങ്ങളുടെ സന്നാഹം ഉണ്ടാകണം, മുഴുവൻ രാവണൻ കൽപ്പിച്ചു. അതനുസരിച്ചിട്ട് സൈന്യങ്ങൾ തയ്യാറായി കഴിഞ്ഞു.
വജ്രഹസ്താശയിൽ പുക്കാൻ പ്രഹസ്തനും. രാവണന്റെ സർവ്വസൈന്യാധിപനാണ് പ്രഹസ്തൻ. രാവണന്റെ കൽപ്പന അനുസരിച്ചിട്ട് കിഴക്കേ ദിക്കിലെ ഗോപുരം കാക്കുന്നതിന് വേണ്ടിയിട്ട് വമ്പിച്ച സൈന്യത്തോടുകൂടി പ്രഹസ്തൻ ആ ഗോപുരത്തിൽ എത്തിച്ചേർന്നു. വജ്രദംഷ്ട്രൻ തഥാ ദക്ഷിണ ദിക്കിലും ലങ്കാപുരിയുടെ തെക്കുവശത്തുള്ളതായ ഗോപുരം, ആ ഭാഗത്തുള്ളതായ പ്രാകാരം മുഴുവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വജ്രദംഷ്ട്രൻ എന്നു പേരായി അത്യന്തം ധീരനായിട്ടുള്ള രാക്ഷസൻ വലിയ രാക്ഷസ സേനയോടൊപ്പം ആയുധസന്നാഹങ്ങളോടൊപ്പം സേനയെ വിന്യസിച്ച് നിലകൊണ്ടു. ദുശ്ചേവനാര്യാം മേഘനാഥൻ തഥാ പശ്ചിമ ഗോപുരദ്വാരി പൊക്കിയിടിനാൻ. ഇന്ദ്രന്റെ ശത്രുവായിരിക്കുന്ന മേഘനാഥൻ ഇന്ദ്രജിത്ത്, അദ്ദേഹം പടിഞ്ഞാറേ ഗോപുരം കാക്കാനാണ് നിയുക്തനായത്. വമ്പിച്ച സൈന്യത്തോടു കൂടിയിട്ട് മേഘനാഥൻ പടിഞ്ഞാറേ ഗോപുരത്തിലെത്തി നിലയുറപ്പിച്ചു. ഇനി വടക്കേ ഗോപുരം അത് താൻ തന്നെ രക്ഷിക്കുന്നുണ്ട് എന്ന് രാവണൻ തീരുമാനിച്ചു. മിത്രവർഗ അമാത്യ ഭൃത്യജനത്തോടും ഉത്തരദ്വാരി പുക്കാൻ ദശവക്ത്രനും. രാവണൻ തൻ്റെ മിത്രങ്ങളോടൊപ്പം, അമാത്യന്മാരോടൊപ്പം, മന്ത്രിമാരോടൊപ്പം, ഭൃത്യന്മാരോടൊപ്പം, വമ്പിച്ച രാക്ഷസ സേനയോടൊപ്പം വടക്കേ ദിക്കിൽ അവിടെയുള്ളതായ ഗോപുരത്തെയും പ്രാകാരങ്ങളെയും ഒക്കെ രക്ഷിക്കാനായിട്ട് തയ്യാറെടുത്ത് സൈനിക വിന്യാസം നടത്തി നിലകൊണ്ടു. രാവണന്റെ സൈനിക വിന്യാസം അനുസരിച്ചിട്ടും ആ ലങ്കയുടെ ഘടനാവിശേഷം അനുസരിച്ചും ആ കോട്ടകൊത്തളങ്ങളുടെ സ്ഥിതി അനുസരിച്ചും തൻ്റെ സൈന്യങ്ങളെ രാമനും വിന്യസിച്ചു. നീലനും സേനയും പൂർവ്വദിക് ഗോപുരെ. കിഴക്കേ ഗോപുരം ആക്രമിക്കാൻ വേണ്ടിയിട്ട് രാമൻ നിയോഗിച്ചത് വാനരങ്ങളുടെ സർവ്വസൈന്യാധിപനായിരിക്കുന്ന നീലനെയാണ്. വലിയൊരു സൈന്യത്തോടൊപ്പം അദ്ദേഹം കിഴക്കേ ഗോപുരത്തിൻ്റെ മുന്നിൽ ആജ്ഞ കിട്ടുന്ന നിമിഷത്തിൽ തന്നെ കടന്ന് ആക്രമിക്കാൻ തയ്യാറായി നിലകൊണ്ടു. ദക്ഷിണ ഗോപുരം ആക്രമിക്കാനായിട്ട് രാമൻ നിയോഗിച്ചത് അങ്കദനെയാണ്. ബാലിതനയനും ദക്ഷിണ ഗോപുരെ. ദക്ഷിണ ഗോപുരം കാക്ക വജ്രദംഷ്ട്രനാണ്. അയാളോട് യുദ്ധം ചെയ്യാൻ അങ്കദനെ അയച്ചു. വലിയൊരു സൈന്യവുമായിട്ട് ആ ഗോപുരം ആക്രമിക്കാൻ അങ്കദൻ നിലകൊണ്ടു. വായുതനയനും പശ്ചിമ ഗോപുരെ. വായുവിൻ്റെ പുത്രനായിരിക്കുന്ന അജനേയൻ, അദ്ദേഹം വലിയൊരു സൈന്യ വിഭാഗത്തോടൊപ്പം പടിഞ്ഞാറേ ഗോപുരം ആക്രമിക്കുന്നതിന്, ഇന്ദ്രജിത്തിനെ പടക്കളത്തിൽ വെല്ലുവിളിക്കുന്നതിന് സന്നദ്ധനായിട്ട് അവിടെ തൻ്റെ സൈന്യത്തെ അണിനിരത്തി തയ്യാറെടുത്ത് നിന്നു. എന്നിട്ട് മായാമനുഷ്യനാം ആദിനാരായണൻ മിത്രതനയ സൗമിത്രി വിഭീഷണ മിത്ര സംയുക്തനായ ഉത്തരദിക്കലും വടക്കേ ഗോപുരത്തിൻ്റെ മുന്നിൽ രാമൻ അണിനിരക്കുകയാണ്, തൻ്റെ സൈന്യത്തെ അണിനിരത്തുകയാണ്. ആരെല്ലാം രാമൻ്റെ കൂടെയുണ്ട്? സുഗ്രീവനുണ്ട്, മിത്രതനയൻ സുഗ്രീവനുണ്ട്, സൗമിത്രിയുണ്ട്, വിഭീഷണനുണ്ട്. ഇങ്ങനെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളോടൊപ്പം ശ്രീരാമചന്ദ്രൻ വടക്കേ ഗോപുരം ആക്രമിക്കാൻ തയ്യാറെടുത്തു. വടക്കേ ഗോപുരം സംരക്ഷിക്കാൻ നിൽക്കുന്നത് രാവണൻ തന്നെ. ഇങ്ങനെ രാമന്റെ സൈന്യം ലങ്കയെ വളഞ്ഞു. ആക്രമിക്കാനുള്ള ആജ്ഞ പുറപ്പെട്ടു. പൊട്ടിച്ചടർത്ത പാഷാണങ്ങളെ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരുഹം കൊണ്ടും ഉർവീധരം കൊണ്ടും സർവ്വതോ ലങ്കാപുരം തകർത്തിടിനാർ. കോട്ടയ്ക്ക് വെളിയിൽ നിന്ന് ആ കോട്ടയെല്ലാം തകർത്ത് ഉള്ളിലേക്ക് പ്രവേശിച്ച ലങ്കാപുരത്തെ മുഴുവൻ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വാനരങ്ങളുടെ പുറപ്പാട്. അവരാദ്യം ലങ്കാപുരത്തെ എല്ലാ പ്രകാരത്തിലും തകർക്കുകയാണ്. അങ്ങനെ വലിയ വലിയ പാറക്കെട്ടുകൾ പൊട്ടിച്ചെടുത്തിട്ട് അത് മഴ പോലെ ലങ്കാപുരിക്കുള്ളിലേക്ക് വലിച്ചെറിയുക, പൊട്ടിച്ചടർത്ത പാഷാണങ്ങളെ കൊണ്ടും. അത് കഴിഞ്ഞിട്ടോ കോട്ടമതിലിന് മുകളിൽ ചാടിക്കയറുന്നു. ചാടിക്കയറിയിട്ട് അവിടെ രക്ഷികളായി നിൽക്കുന്ന രാക്ഷസ വീരന്മാരെ എല്ലാം നേരിട്ട് ആക്രമിച്ച് തകർക്കുന്നു. മുഷ്ടികൾ കൊണ്ട് അവരെയെല്ലാം ഇടിച്ചു മറിക്കുന്നു. മുസലങ്ങളെ കൊണ്ടും ഇരുമ്പുലകൾ കൊണ്ടും അവരെ അടിച്ചു തകർക്കുന്നു.
ഉർവീരുഹം കൊണ്ടും ഉർവീധരം കൊണ്ടും വലിയ വലിയ വൃക്ഷങ്ങൾ പിഴുത് രാക്ഷസന്മാരെ ആക്രമിക്കുകയാണ് വാനരങ്ങൾ. അതേപോലെ പർവ്വതങ്ങളെ കൊണ്ടും ഉർവീധരം കൊണ്ടും സർവ്വതോ ലങ്കാപുരം തകർത്തിയിടിനാർ. എമ്പാട് നിന്നും ലങ്കാപുരത്തെ വാനരങ്ങൾ തകർത്തു. കോട്ടമതിലും കിടങ്ങും തകർത്ത് ഉടൻ കൂട്ടമിട്ടാർത്ത് വിളിച്ചടുക്കും നേരം. കോട്ടമതിൽ തകർക്കുകയാണ്, പലയിടങ്ങളിലും കിടങ്ങുകളെല്ലാം തൂർക്കുകയാണ്, നികത്തുകയാണ്. 7 കോട്ടകളുണ്ട് ഒന്നിനുള്ളിൽ ഒന്നായിട്ട്. ഓരോന്നിൻ്റെ മുന്നിലും വളരെ വിസ്തൃതമായ കിടങ്ങുകളുണ്ട്. അവയിലെല്ലാം മുതലകളെ വളർത്തിയിട്ടുണ്ട്. ആ കിടങ്ങുകളൊക്കെ വാനരങ്ങൾക്ക് കടന്നു പോകാൻ പാകത്തിന് ഇടിച്ചു നിരത്തുകയാണ്, മണ്ണിട്ട് നികത്തുകയാണ്, കോട്ടമുതലെല്ലാം തകർക്കുകയാണ്. എന്നിട്ട് അലറിക്കൊണ്ട് അവരെല്ലാവരും കൂടി ആ മാർഗങ്ങളിലൂടി അങ്ങ് ലങ്കയ്ക്കുള്ളിലേക്ക് കടക്കാൻ, ഓരോരോ കോട്ടയായിട്ട് കടക്കാൻ ഉള്ള ശ്രമം നടത്തുകയാണ്. അപ്പോൾ രാക്ഷസന്മാരോ വൃഷ്ടികൾ പോലെ ശരജാലം പൊഴിക്കുകയും മഴ പെയ്യുന്നത് പോലെയാണ് അവർ കോട്ടയ്ക്ക് മുകളിൽ നിന്നിട്ട് അമ്പുകൾ എയ്യുന്നത്. വെട്ടുകൊണ്ട് അറ്റ് പിളർന്നു കിടക്കുകയും വാളുകൊണ്ടുള്ളതായ പ്രയോഗം, ആക്രമണം. അതുകൊണ്ട് ശരീരങ്ങൾ മുറിഞ്ഞും അസ്ത്രങ്ങൾ, ശസ്ത്രങ്ങൾ, ചക്രങ്ങൾ, ശക്തികൾ, അർദ്ധചന്ദ്രാകാരമായുള്ള പത്രികൾ, അർദ്ധചന്ദ്രൻ്റെ ആകൃതിയുള്ളതായ മുനയോടുകൂടിയ അമ്പുകൾ, ഇവയെല്ലാം ഇങ്ങനെ തകർത്ത് പ്രയോഗിക്കപ്പെടുകയാണ്. ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചു. ആക്രമണം, പ്രതിരോധം, ആക്രമിച്ചു. ഇങ്ങനെ ആ യുദ്ധം കൊടുമ്പിരി കൊണ്ട് നടക്കുമ്പോൾ ഓരോയിടത്ത് നടക്കുന്നതായ സംഭവങ്ങൾ നേരിട്ടറിയാൻ വേണ്ടിയിട്ട് രാവണൻ തൻ്റേതായിട്ടുള്ള ആളുകളെ പ്രത്യേകിച്ച് നിയോഗിക്കുന്നുമുണ്ട്. അന്ന് രാത്രിയിൽ ഈ യുദ്ധം വന്നു കഴിഞ്ഞു. അന്ന് രാത്രിയിൽ ശാർദൂലൻ തുടങ്ങിയതായ കുറേ മായാവികളായ രാക്ഷസന്മാരെ അയച്ചു. എന്തിന്? വാനരന്മാരെ കണ്ട് അവരിൽ നിന്നിട്ട് വിവരങ്ങൾ തന്ത്രപരമായി ശേഖരിക്കാൻ ഇവർ കടന്നു ചെല്ലേണ്ടത് വാനര രൂപത്തിലാണ്. അങ്ങനെ അവർ ചെന്നു വാനരന്മാരിൽ നിന്നിട്ട് രാമൻ്റെ യുദ്ധസന്നാഹങ്ങളെല്ലാം മനസ്സിലാക്കാൻ. പക്ഷേ അതും സാധിച്ചില്ല. വാനരന്മാർ ഉടനെ തന്നെ ഈ രാക്ഷസന്മാരെ തിരിച്ചറിഞ്ഞു, അവരെ പിടികൂടി, അവരെ മർദ്ദിച്ചു. അപ്പോഴേക്കും ശ്രീരാമചന്ദ്രൻ അവർക്ക് അഭയം കൊടുത്തു. അഭയം കൊടുത്തിട്ട് അവരെ പറഞ്ഞയച്ചു, തിരിച്ചു പറഞ്ഞയച്ചു.